വേദിയിൽ ഇരിക്കുന്ന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ, ഉസ്താദുമാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന കലാപ്രതിഭകളായ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, SSFൻ്റെ കാസർഗോഡ് സെക്ടർ സാഹിത്യോത്സവത്തിലാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ മഴയുള്ള ദിവസം തുരുത്തി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് കലയുടെ വസന്തം വിരിയിക്കാൻ എത്തിച്ചേർന്ന കുട്ടികളാണ് ഇവിടെയുള്ളത്. നമുക്കറിയാം, SSFൻ്റെ സാഹിത്യോത്സവ് പല തലങ്ങളിൽ നടന്നു വരുന്ന സമയമാണിത്. യൂണിറ്റ് കഴിഞ്ഞു, സെക്ടർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഡിവിഷനിലേക്ക് എത്തി. അത് കഴിഞ്ഞാൽ ജില്ലയും സംസ്ഥാനവും ദേശീയ മത്സരങ്ങളും ഒക്കെ നടക്കാൻ പോവുകയാണ്. വളരെ ചിട്ടയായി, വളരെ ഭംഗിയിൽ, കുറ്റമറ്റ രീതിയിലാണ് സാഹിത്യോത്സവുകൾ കുറേ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് എന്ന് നമുക്കറിയാം. 33ാമത് സാഹിത്യോത്സവമാണ് ഇപ്പോഴുള്ളത്. 1973 ഏപ്രിൽ 29-നാണ് SSF രൂപീകൃതമായത്. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ വെച്ചാണ് SSFന് രൂപം കൊടുത്തത് എന്നുള്ള കാര്യവും നമുക്കെല്ലാം അറിയാവുന്നതാണ്. അവിടുന്ന് തുടങ്ങി ഇന്നോളം സമൂഹത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ നടത്തി നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ SSF ഇതിനകം നടത്തി കഴിഞ്ഞു. കലാ സാഹിത്യ പ്രവർത്തനങ്ങൾ മാത്രമല്ല, സമൂഹത്തെ ഗ്രസിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയും അതുപോലെ തന്നെ മറ്റ് അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെയും ഒക്കെ SSF നിലകൊള്ളുന്നുണ്ട്. വിദ്യാഭ്യാസ പുരോഗതി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സാമൂഹ്യ സൗഹാർദ്ദം തുടങ്ങി എല്ലാ മേഖലകളിലും, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങി പല മേഖലകളിലും സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സംഘടനയാണ് SSF എന്ന് അതിൻ്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് അറിയാവുന്നതാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെയും അമേരിക്കയിലും അതുപോലെ തന്നെ മറ്റ് ജർമ്മനിയിലും ഒക്കെ ഈ സംഘടനക്ക് വേരുകളുണ്ട് എന്നുള്ളതും വളരെ പ്രസക്തമായ കാര്യമാണ്. മാനവ സൗഹാർദ്ദ പ്രവർത്തനങ്ങൾ ഈ സംഘടനയുടെ ഉദാത്തമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. വിദ്യാർത്ഥിത്വം ധാർമ്മിക വിപ്ലവത്തിന് എന്ന സന്ദേശവും ഉന്നയിക്കുന്നു. നമ്മുടെ ക്യാമ്പസുകൾ പലപ്പോഴും കലുഷിതമായ അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെയൊക്കെ ഇസ്ലാമിൻ്റെ ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കലയുടെയും സൗഹാർദ്ദത്തിൻ്റെയും മാനവികതയുടെയും സന്ദേശങ്ങൾ വാരി വിതറാൻ തക്ക ശേഷിയും കാര്യപ്രാപ്തിയും ഈ സംഘടനക്ക് ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പലതരം അനാരോഗ്യകരമായ പ്രവണതകൾ നടന്നു വരുന്നുണ്ട്. മുമ്പെങ്ങും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ നമ്മുടെ സഹോദരങ്ങൾ ജീവിതം ഇടക്ക് വച്ച് തല്ലിക്കൊഴിച്ച് കടന്നു പോകുന്ന ദാരുണമായ സംഭവങ്ങൾ നിത്യേന എന്നോണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ സമൂഹ ആരോഗ്യം അത്രയൊന്നും മെച്ചപ്പെട്ടതല്ല എന്നാണ്. ആരോഗ്യത്തിന് കൊടുക്കുന്ന നിർവചനം ശാരീരികവും മാനസികവും സാമൂഹ്യവുമായ സുസ്ഥിതിയാണ് ആരോഗ്യം എന്നാണ് പറയുന്നത്. ഈ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഒരു പരിധിവരെ നമുക്കുണ്ടെങ്കിലും സാമൂഹ്യമായ ഒരു സുസ്ഥിതി
നമുക്കില്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഈ കാണുന്ന ആത്മഹത്യാ പ്രവണതകളും അതുപോലെ തന്നെ മദ്യമയക്ക് മരുന്ന് ഉപയോഗവും കൊലപാതകങ്ങളും വർഗീയ സംഘർഷങ്ങളും ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ സാമൂഹ്യ ആരോഗ്യം അത്ര സുസ്ഥിതിയിലല്ല എന്നതിൻ്റെ തെളിവാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൃത്യമായ ധാർമ്മിക ബോധത്തിലൂന്നിക്കൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണാനും സാഹോദര്യം ഊട്ടിയുറപ്പിക്കാനും അതുപോലെ തന്നെ ഉള്ള നല്ല കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വീണ്ടെടുക്കാൻ പറ്റുക. ഇത്തരം കലോത്സവങ്ങളിലൂടെ ചെയ്യുന്നത് കലകൾ എപ്പോഴും മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അവന്റെ മാനസികമായ ഔന്നത്യം നടപ്പാക്കി ഹൃദയ വിശാലതയുണ്ടാക്കി സമൂഹത്തിൽ നന്മയും സ്നേഹവും വിശാല ചിന്തയും ഒക്കെ വളർത്തിയെടുക്കാനാണ് ഈ കലകൾ നിലകൊള്ളുന്നത്. ഇപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ കലയുടെ ഒരു ലോകത്തേക്ക് കടത്തിവിട്ടു കഴിഞ്ഞാൽ അവിടെ കലാപം ഉണ്ടാവുകയില്ല. കലയുള്ളിടത്ത് കലാപം ഉണ്ടാവുകയില്ല എന്ന് പറയാറുണ്ട്. കല മനുഷ്യനെ വളരെയധികം ഉന്നതമായ മൂല്യങ്ങളിലേക്ക് എത്തിക്കുകയും അവന്റെ ചിന്തയെ വിശാലമാക്കുകയും ചെയ്യുന്നു. അപ്പൊ അവിടെ വേർതിരിവുകളില്ല. കലയുടെ ലോകത്ത് അതിരുകളില്ല. അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഉയർന്ന ഭാവനയിലൂടെ ഉയർന്ന ചിന്തയിലൂടെ സർഗാത്മക ഇടപെടലിലൂടെ നമ്മുടെ ചിന്തകൾ വിശാലമാവുകയും അതിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തികൾ വളരെ മഹത്താവുകയും ചെയ്യുന്നു. ഈ ഒരു പാഠമാണ് ഇസ്ലാമും അതുപോലെ തന്നെ SSF ഒക്കെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കുന്നവർക്ക് എല്ലാത്തിലും ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കേൾക്കാം. ഇതൊക്കെ മനുഷ്യനെ ചിന്തിപ്പിച്ച് അവനെ കൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ നന്മയുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രേരണ നൽകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം നമ്മുടെ പക്കൽ തന്നെ ഉത്തരങ്ങളുണ്ട്. നാം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സന്മാർഗ പാതയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്ന് കാണുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാകും. വിദ്യാഭ്യാസം അതിൽ പ്രധാന ഘടകമാണ്. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ആത്മീയ വിദ്യാഭ്യാസവും മതപരമായ വിദ്യാഭ്യാസവും രണ്ടും സമന്വയിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ഒരു മനുഷ്യന് നല്ലൊരു മനുഷ്യനായിട്ട് വളരാൻ പറ്റൂ. കേവലം ഭൗതികതയിലൂന്നിയുള്ള വിദ്യാഭ്യാസം ഒരുത്തനെ വലിയ ബുദ്ധിമാനൊക്കെ ആക്കിയേക്കാം. പക്ഷെ അവനെ നല്ലൊരു മനുഷ്യനാക്കി വാർത്തെടുക്കാൻ ഈ കേവലം ശാസ്ത്രവും ചരിത്രവും മാത്രം പഠിച്ചാൽ പോരാ. അവന് മതവിദ്യാഭ്യാസം കൂടി വേണം. നമ്മുടെ സന്മാർഗ പാഠങ്ങൾ അവന് പകർന്നു കിട്ടണം. അപ്പൊ അത്തരം കലകളാണ് SSFന്റെ പരിപാടികളിൽ അരങ്ങേറുന്നത്. കേവലം ശൃംഗാരപ്രദമായ മത്സരങ്ങൾ മാത്രമല്ല, ഇതിൽ നമ്മുടെ ബുദ്ധി പരീക്ഷിക്കുന്ന പ്രസംഗ പാടവം പ്രകടമാക്കുന്ന അത്തരം മത്സരങ്ങളാണ് ഈ ഇത്തരം കലകളിൽ കാണുന്നത്. ഇസ്ലാമിക കലകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ട്. അതിൽ കാലിഗ്രഫി, അതുപോലെ തന്നെ ക്രാഫ്റ്റ്, കൈവേലകൾ, അതുപോലെയുള്ള കുറെ സംഗതികളാണ് ഈ ഇസ്ലാമിക കലകളിൽ പെടുന്നത്. അതിലൊരിക്കലും മനുഷ്യനെ വഴിതെറ്റിപ്പിക്കുന്ന രീതിയിലുള്ള നൃത്ത ആഭാസങ്ങളോ രതിയും കാമവും ജനിപ്പിക്കുന്ന രീതിയിലുള്ള ശരീര ചലനങ്ങളോ ഒന്നും ഈ ഇസ്ലാമിക കലകളിലില്ല. അതുകൊണ്ട് തന്നെ മറ്റ് എല്ലാ മത്സരങ്ങൾക്കും മാതൃകയായ രീതിയിലാണ് SSFന്റെ കലോത്സവങ്ങൾ നടക്കുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന, സ്കൂളുകളിൽ നടപ്പാക്കുന്ന കലോത്സവങ്ങൾക്ക് സമാന്തരമായിട്ട് തന്നെ
വളരെ ഭംഗിയിൽ ദേശീയ തലം വരെ നടക്കുന്ന SSFന്റെ കലോത്സവങ്ങൾ അതുകൊണ്ട് തന്നെ മാതൃകാപരവും മറ്റ് പല സംഘടനകൾക്കും അതിനെ സ്വീകരിച്ച് ആ രീതിയിൽ നടപ്പാക്കാവുന്നതുമാണ്. കുട്ടികളെല്ലാം മത്സരങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യം വരുന്നില്ല. എങ്കിലും ഔപചാരികതയ്ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കുട്ടികൾ നാളത്തെ പൗരന്മാരാണ്. അവർ നല്ല മനുഷ്യരായിട്ട് വളരേണ്ട, ഭാവി തലമുറക്ക് വാഗ്ദാനങ്ങളായിട്ട് മാറേണ്ട കുട്ടികളാണ്. അപ്പോൾ അവർ നമ്മുടെ സമൂഹത്തിൽ മാതൃകയായി ജീവിച്ച് മറ്റുള്ളവർക്ക് ഇതാണ് നമ്മുടെ വഴി, ഇതാണ് സമൂഹത്തിന്റെ പുരോഗതിക്ക് ഞങ്ങൾ കാണിച്ചു തരുന്ന വഴി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഈ SSFന്റെ പ്രവർത്തകർക്കും ഈ കുട്ടികൾക്കുമൊക്കെ കഴിയേണ്ടതുണ്ട്. നമ്മുടെ സമൂഹം നാനാജാതി മതസ്ഥരും പലതരം ചിന്താഗതിക്കാരും പലതരം ആശയക്കാരും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാടിന്റെ പ്രത്യേകത അങ്ങനെയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര ജനാധിപത്യ രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ എല്ലാ മതക്കാർക്കും എല്ലാ ചിന്താഗതിക്കാർക്കും തുല്യ പ്രാധാന്യമാണ്. മതരഹിതർക്കും മതമില്ല എന്ന് പറയുന്ന ആളുകൾക്കും ദൈവത്തിൽ പോലും വിശ്വസിക്കാത്ത ആളുകൾക്കും ഇന്ത്യൻ ഭരണഘടന തുല്യമായ പരിഗണനയാണ് കൊടുക്കുന്നത്. ഒപ്പം തന്നെ മതവിശ്വാസിക്ക് അവരുടെ മത വിശ്വാസം പുലർത്താനും അവരുടെ ആചാരങ്ങൾ നടപ്പാക്കാനും തങ്ങളുടെ മതം പ്രചരിപ്പിക്കാനും തങ്ങളുടെ മതത്തിലേക്ക് ആളുകളെ ആകർഷിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അത് ആളുകൾ അവരുടേതായ രീതിയിൽ തീരുമാനിച്ചോട്ടെ. പക്ഷെ ഇവിടെ ഇന്ത്യൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളായി പരസ്പരം അറിഞ്ഞും സഹകരിച്ചും സഹായിച്ചും സ്നേഹിച്ചും ഒക്കെ പുലരേണ്ട ആളുകളാണ് നമ്മളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അനൈക്യത്തിന്റെ വിഷവിത്തുകൾ എവിടെ കണ്ടാലും അതിനെയൊക്കെ ചോദ്യം ചെയ്യാനും അതിനെയൊക്കെ മുളയിലെ നുള്ളിക്കളയാനുമുള്ള ഒരു മാനസിക അവസ്ഥ കൂടി നമ്മൾ വളർത്തിയെടുക്കണം. മറ്റ് പല കാര്യങ്ങളും പറയാനുണ്ടെങ്കിലും ഞാൻ സമയപരിമിതി കൊണ്ട് അതിലേക്കൊന്നും മുതിരുന്നില്ല. മറ്റൊരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതിയാണ്. ഈ ഭൂമിയും ഇവിടുത്തെ മണ്ണും പുഴകളും വെള്ളവും മരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ മനുഷ്യ ജീവിതം സാധ്യമാവുകയുള്ളൂ എന്നുള്ള കാര്യവും കൂടി ഈ പുതിയ തലമുറ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജലാശയങ്ങളെല്ലാം മലിനമാണ്. കുടിവെള്ളം, നല്ല വെള്ളം കുടിക്കണമെങ്കിൽ അത് കുപ്പിവെള്ളം തന്നെ വാങ്ങി കുടിക്കണം എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പണ്ട് പുഴകളിൽ നിന്നും കിണറിൽ നിന്നും ഒക്കെ ആളുകൾ കോരിയെടുത്ത് ഉപയോഗിച്ചിരുന്ന വെള്ളമാണ് ഇന്നിപ്പോ കുപ്പിയിൽ കിട്ടിയാൽ മാത്രമേ ശുദ്ധജലമായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭൂമി മൊത്തം മലിനമാണ്. പ്ലാസ്റ്റിക്കിന്റെ കൂമ്പാരങ്ങൾ, അഴുക്കുചാലുകൾ, രോഗാണുക്കൾ, ഇങ്ങനെ പലതും. ഇപ്പൊ മഴ വന്നു, രോഗാണുക്കളുടെ പടർച്ചയായിരിക്കും ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. പനി, പലതരം പനികള്, കോളറ. അപ്പൊ ഇതിനോടൊക്കെ നമ്മൾ ജാഗ്രത പുലർത്താൻ നമുക്ക് കഴിയണം. അപ്പൊ ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ അവരുടെ പ്രകടനങ്ങൾ നടത്താൻ കഴിയട്ടെ. ഉയർന്ന തലങ്ങളിലേക്ക്, ജില്ലാതലത്തിലേക്ക് ഒക്കെ കുട്ടികൾക്ക് മത്സരിക്കാൻ കഴിയട്ടെ. ഈ പരിപാടി കുറ്റമറ്റ രീതിയിൽ വിലയിരുത്താനും പ്രതിഭകളെ അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഒരുങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു മത്സരത്തിൽ തോൽവിയും ജയവും സ്വാഭാവികമാണ്. തോൽക്കുന്നത് കൊണ്ട് ആരും ജീവിതത്തിൽ നിന്ന് തോൽക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. കഴിവില്ലാത്തവരായിട്ട് ആരും ജനിക്കുന്നില്ല. കഴിവില്ലാത്തവരായിട്ട് ആരെയും സൃഷ്ടിച്ചിട്ടുമില്ല. എല്ലാവരും കഴിവുള്ളവരാണ്. എല്ലാവരിലും ദൈവത്തിന്റെ അംശങ്ങൾ കുടികൊള്ളുന്നു. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. ഈ
സാഹിത്യോത്സവം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ നിർത്തുന്നു.